ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ തന്നെ കേട്ടോ, 2 ദിവസത്തെ വീഡിയോ ആണ്. കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള വീഡിയോസ് ചെറിയ വീഡിയോസ് എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് 2 ദിവസത്തെ ചെറിയ വീഡിയോസുകളാണിത്. രാവിലെ എണീറ്റ് ഇസുനെ മദ്രസക്ക് പറഞ്ഞേക്കാണ് ഞാൻ. ഇപ്പോൾ കാലാവസ്ഥ മഴ, അതേപോലെ രാവിലെ നീച്ച് കഴിഞ്ഞാൽ മഞ്ഞ്, അങ്ങനെയൊക്കെയാണ്. പിന്നെ വെയിലും കാര്യങ്ങളും ഉണ്ട്, ചില സമയങ്ങളിലുണ്ട്. പക്ഷെ എന്നാലും നേരം വെളുത്ത സമയത്തുനിന്ന് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഹെസമോള് നീച്ചിട്ടില്ല, അതേപോലെ തന്നെ ജുനു 6 മണിക്ക് നീച്ച് കളിച്ചാൻ പോകും. ഇസോന് ഈ ഒരു രാവിലെ ആരുമില്ല, മദ്രസക്ക് പോകാൻ ആരുമില്ല. അപ്പോൾ ഓനെ കൊണ്ടാക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ടൈം വൈകും ചെയ്തിരുന്നു. പക്ഷേ ജുനു സ്കൂട്ടി കൊണ്ട് പോയതുകൊണ്ട് എനിക്ക് ആക്കാൻ പറ്റിയില്ല ഓനെ. ഇന്നലെ ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് അതിൽ ബാക്കിയുള്ളത് ഇന്ന് വെക്കുകയാണ്. പിന്നെ അങ്ങനെ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വെക്കലേനു. ബീഫ് ചെറിയ രീതിയിൽ കറിയായിട്ട് വെച്ചിക്കണ്. ജുനുവിന് മാത്രം കറിയായിട്ട്, ബാക്കിയൊക്കെ അതിന് ഇങ്ങനെ ഒന്നുകൂടി ഗ്രേവി ആയിട്ട് വെച്ചിക്കണം. കാരണം ജുനുവിന് കറി വേണം പറഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി ചോറ് വെച്ച് പപ്പടം പൊരിച്ചൊക്കെ അങ്ങനെ ഉച്ചക്കുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരുമ്പാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് തിരുമ്പാൻ അത്യാവശ്യം എന്നും ഉണ്ടാവും. ഇസൂൻ്റെയും ഹെസൻ്റെതും പിന്നെ ഓലത് രണ്ടാളും കൂടുതലായിട്ടൊരു ദിവസം 3-4 ചില ദിവസങ്ങളിലാണ് കൂടുതലായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ പിന്നെ അത്രയും ഞാൻ ശ്രദ്ധിക്കും. എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ഓലയെ കൊണ്ട് കൂടുതൽ ഡ്രസ്സ് ഇങ്ങനെ മാറ്റാനേ ആക്കൂല. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓലെ ചളിയിക്കനാൽ പെട്ടെന്ന് മാറ്റിക്കോട്ടെ വിചാരിക്കും ഞാൻ. അങ്ങനെ അധികം എനിക്ക് നല്ല തിരുമ്പുണ്ടാവും. ഇപ്പോൾ ജുനുമ്പാടെ വന്നതുകൊണ്ട് കൂടുതലാണ് എനിക്ക്. ഞാൻ കിണർക്ക് നോക്കണമെന്ന് വെച്ചാൽ ഇസുവിൻ്റെ പന്ത് 3 കേട്ടോ കിണറ്റിൽ കിടക്കണത്. വല ശരിക്കും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പോൾ പന്തടിച്ച് കഴിഞ്ഞാലും കിണറ്റിക്കാൻ പോവാം. അപ്പം അത് ഞാനൊന്ന് ജസ്റ്റ് വെറുതെ നോക്കിയതാണ് അവിടെ തന്നെ ഇല്ലേ എന്നുള്ളത്. പിന്നെ എടുത്തു കൊടുക്കണം. പിന്നെ ഇപ്പം മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് കളിച്ചലില്ല. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാത്തത്. പിന്നെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 4 മണിക്ക് ജുനുവിൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് പറഞ്ഞു കേട്ടോ. ദുബായിലുള്ള വല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഫ്രണ്ട്സ് വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഓൾക്ക് എന്തിനോ ഒരു മരിപ്പ് എന്തോ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന് പോകണ വഴിക്ക് ഇവിടെയും കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഒരാളെ മരിപ്പ് കാരണം. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ അതിൽ കൂടെ വരാൻ പറഞ്ഞു. ഓൾക്ക് വേണ്ടിയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കി വെക്കാം കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് കഷ്ടപ്പെടേണ്ട വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കി റെഡിയാക്കി വെക്കണേന്. ഒരു 5 മണിയായ സമയത്ത് ഓല് വന്ന് പോയി. പിന്നെ ഞങ്ങൾ ഒരു മഗ്‌രിബിക്ക് ശേഷം ജാംജൂമിൽ പോയിട്ട് സോനുള്ള പുസ്തകങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടി. പിന്നെ ബാഗും പിന്നെ അതേപോലെ തന്നെ വെള്ളക്കുപ്പി, ചോറ്റുപാത്രം അങ്ങനത്തെ ഒക്കെ മേടിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ പിറ്റേ ദിവസമുള്ള വീഡിയോ കേട്ടോ. അങ്ങനെ അന്നും തന്നെ ഇതേപോലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ. പിന്നെ ഇന്ന് ഞാൻ രാവിലെ കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെ മേടിച്ച പൊറാട്ട ഉണ്ടായിരുന്നു, ബീഫത്തെ ബാക്കിയുള്ള ബീഫ് കൊണ്ട് പിന്നെ കറിയാക്കി. അതേപോലെ തന്നെ വൈകുന്നേരം പൊറാട്ടയാണ് എല്ലാവരും കഴിച്ചത്. അപ്പോൾ ആ ഒരു പൊറാട്ടൻ്റെ ബാക്കി നേരം വെളുത്ത സമയത്തുണ്ട്. അപ്പോൾ ഞാൻ കടിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. വെയിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 9 മണി 10 മണിയായ സമയത്താണ് വെയിലൊക്കെ വരുന്നത്. ആ ഒരു സമയത്ത് ഉണങ്ങാത്ത തുണികളൊക്കെ എടുത്ത് മതിൽമക്ക് വെക്കാണ്. പിന്നെ വേഗം അടിച്ചു വരാൻ നിൽക്കുകയാണ്. പിന്നെ
അപ്പോൾ ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഇനി. ചെറിയൊരു വീഡിയോ കേട്ടോ, കൂടുതലായിട്ട് ഇതിലൊന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. ഓക്കെ.